നമസ്കാരം. ജൂണിൽ മഴ പെയ്യുമ്പോൾ ചിലർക്കത് വെറും മഴയാണ്. എനിക്കത് നനഞ്ഞ കുറച്ച് ഓർമ്മകളാണ് തരുന്നത്. എൻ്റെ നാട്ടിലൊരാളുണ്ടായിരുന്നു, സുരേഷ് എന്നാണ് പേര്. ഇക്കീസ് എന്ന് നാട്ടുകാർ വിളിക്കും. ഇത്തിരി പിരി ലൂസാണെന്ന് നാട്ടുകാർ പറയും. പിരി ലൂസല്ല, ഈ കഞ്ചാവും മയക്കുമരുന്നൊക്കെ അടിച്ചിട്ട് സ്വബോധം നഷ്ടപ്പെട്ടതാണെന്ന് ചിലർ പറയുന്നത്. എന്തായാലും സുരേഷ് നാട്ടിൽ അറിയപ്പെടുന്ന ഒരാളാണ്. ഇങ്ങനെ റോഡിൽ കൂടി ഇങ്ങനെ സംസാരിച്ച് ആൾക്കാരെയൊക്കെ ചീത്ത വിളിച്ച് ഇങ്ങനെ ബഹളം വെച്ചൊക്കെ ഒച്ച വെച്ചൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ വീടിൻ്റെ ഗേറ്റിൻ്റെ മുമ്പിലെത്തിയിട്ട് എന്നെ വിളിക്കും. ഞാൻ ഉള്ള സമയത്ത് ഇറങ്ങി ചെല്ലും, എന്തെങ്കിലുമൊക്കെ ചോദിക്കും. എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ ആൾക്കാർ പറയും ഇങ്ങനെ സുരേഷിനെ സഹായിക്കരുത്, കാരണം ഈ പൈസ കൊണ്ടുവന്നിട്ട് എന്തെങ്കിലുമൊക്കെ വലിച്ചു കയറ്റാനാണ്, അതുകൊണ്ട് പൈസ കൊടുക്കരുതെന്ന് പറയും. പിന്നീട് ഞാനതൊക്കെ നിർത്തി. കഴിഞ്ഞ കുറച്ച് കാലം മുമ്പ് സുരേഷ് ഇതുപോലെ, ഞാനില്ലായിരുന്നു, വീടിൻ്റെ വാതിക്കൽ ഗേറ്റിൻ്റെ അവിടെ വന്ന് എന്നെ ഒരുപാട് വിളിച്ചെന്ന് വൈഫ് ചിത്ര എന്നോട് പറഞ്ഞു. വിളിക്കുക മാത്രമല്ല, ഒരുപാട് തെറി വിളിച്ചെന്ന് പറഞ്ഞു. ആയും മായും കായും പായും ഒക്കെ കൂട്ടി എന്നെ ഒരുപാട് തെറി വിളിച്ചു പോലും. ഈ തെറി എന്നൊക്കെ പറയുന്നത് എൻ്റെ ഒരു കുട്ടിക്കാലത്തൊക്കെ ഈ തെറി വിളിക്കുക, ഏതോ ഒരു വാക്ക് ഞാൻ മാ കൂട്ടി ഉപയോഗിച്ചെന്നും പറഞ്ഞ് എന്നെ കെട്ടിയിട്ട് അടിച്ചതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ വീട്ടുകാർ, ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ ആയും മായും കായും പായും ഒക്കെ കൂട്ടിയുള്ള തെറിവിളി വലിയ തെറ്റാണ്, വലിയ പാപമാണെന്നൊക്കെ പറയും. പക്ഷേ ഇന്നത് സർവ്വസാധാരണമായി മിക്ക സിനിമകളിലും മിക്ക പാട്ടുകളിലും റീൽസിലും ഒക്കെ വളരെ ഒരു കൂസലുമില്ലാതെ ഇന്നത്തെ തലമുറ ഉപയോഗിക്കുന്നുണ്ട്. ഈവൻ സെൻസർ ബോർഡ് പോലും പല സിനിമകൾക്കും കട്ടു പറയാതെ ഇങ്ങനെയുള്ള വാക്കുകളെ വിടുന്നുണ്ട്. അപ്പോൾ ഇത് ഭാവിയിൽ നമ്മുടെ നിഘണ്ടുവിൽ ഇതൊക്കെ ഒരു മലയാള പദാവലിയിൽ വളരെ ശക്തമായ കുറേ വാക്കുകളായേക്കാം പുതുതലമുറയ്ക്ക്. അപ്പോൾ ഞാൻ എൻ്റെ ഈ ഉള്ള മുടിയും താടിയും ഒക്കെ ഷേപ്പ് ചെയ്യുന്നത് നാട്ടിലെ ഒരു സലൂണിലാണ്, സിനുവിൻ്റെ കടയിലാണ്, ബാർബർ ഷോപ്പിലാണ്. അപ്പോൾ സിനുവിൻ്റെ അച്ഛനുള്ള സമയത്ത്, ശശിചേട്ടനുള്ള സമയത്തും കുട്ടിക്കാലം മുതൽ എന്നെ മുടിയൊക്കെ വെട്ടി വൃത്തിയാക്കുന്ന ആ കടയിൽ. അപ്പം അദ്ദേഹം മരിച്ചതിന് ശേഷം സിനു കട തുടങ്ങി. സിനുവിൻ്റെ കടയിലാണ് ഞാൻ പോയി എൻ്റെ ഈ മുഖരോമങ്ങളൊക്കെ റെഡിയാക്കുന്നത്. അപ്പോൾ കുറേ കാലം മുമ്പ് ഞാൻ സിനുവിൻ്റെ കടയിൽ ഈ സുരേഷിൻ്റെ തെറിവിളിയൊക്കെ കഴിഞ്ഞ് ഞാൻ സിനുവിൻ്റെ കടയിൽ ചെന്നപ്പോൾ സിനുവിനോട് ഈ വിഷയം ഞാൻ പറഞ്ഞു. സിനു ഇതുപോലെ കഴിഞ്ഞൊരു ദിവസം സുരേഷ് വന്നിട്ട് വീടിൻ്റെ വാതിക്ക് ഭയങ്കര തെറിവിളിയാണെന്ന് വൈഫ് പറഞ്ഞെന്ന് പറയും. എന്ത് പറ്റിയതാണ് അവനെന്ന് ചോദിച്ചു. അപ്പം സിനു പറഞ്ഞു, ചേട്ടൻ കാര്യം അറിഞ്ഞില്ലേ? ഞാൻ എന്ത് കാര്യം? സുരേഷ് മരിച്ചുപോയി എന്ന് പറഞ്ഞു. അതിൽ നമ്മൾ എത്രയും വെറുത്ത ഒരാളെ ഇല്ലാതായി മരിച്ചു എന്ന് കേട്ടപ്പോൾ എൻ്റെ നെഞ്ചിന് വല്ലാത്തൊരു ഭാരമായിരുന്നു. അന്ന് എന്നെ തെറി വിളിച്ച സമയത്ത് പതിവിലും കൂടുതൽ സുരേഷ് വല്ലാതെ ഒരു വയലൻ്റ് ആയിരുന്നു. റോഡ് മുഴുവൻ തെറി പറഞ്ഞ് ബഹളമായിട്ട് നടന്ന് പലരെയും വെറുപ്പിച്ച് മദ്യപിച്ച് വളരെ മോശമായ അവസ്ഥയിലൂടെ നടന്നിട്ട് അവസാനം സൈക്കിൾ മുക്കിൽ ഏതോ വാശി തീർക്കാൻ വേണ്ടി റോഡിൽ കയറി വെറുതെ കിടന്നത് ഇരട്ടത്ത് കാണാതെ ഏതോ ഒരു ഓട്ടോറിക്ഷ ഏതോ വണ്ടി സുരേഷിൻ്റെ മേത്തൂടെ കയറി ഇറങ്ങി സുരേഷ് മരിച്ചു പോവുകയാണ് ചെയ്തത്. നാട്ടുകാർക്ക് ശല്യം തീർന്നു, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ പോയി എന്നൊക്കെ പറഞ്ഞ് തള്ളിക്കളയുമായിരിക്കും. കുറേ കാലം, ഒരു 3-4 വർഷം മുമ്പ് എൻ്റെ സ്റ്റുഡിയോയുടെ പണി നടക്കുന്ന സമയത്ത് കുറേ 2-3 പിള്ളേരാണ് പണിയാൻ വന്നത്. അക്കൂട്ടത്തിലൊരു പയ്യൻ പണിയാൻ വന്ന സമയത്ത് ഇങ്ങനെ പണി നടന്ന സമയത്ത് ഞാൻ സംസാരിച്ച് വന്നപ്പോൾ പറഞ്ഞു സുരേഷിൻ്റെ മകനാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ മിടുക്കനാണ് ഇവൻ കൃത്യമായിട്ട് പണിക്ക് വരും, കൃത്യമായിട്ട് പണി ചെയ്ത് പോകും, ദുസ്വഭാവങ്ങളൊന്നുമില്ല, വളരെ അധ്വാനിക്കുന്ന ആളാണെന്നൊക്കെ പറയും. അപ്പോൾ സുരേഷിൻ്റെ മകനാണെന്ന് കേട്ടപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ചോറൊക്കെ സ്ഥിരമായിട്ട് കൊടുക്കാറുണ്ടായിരുന്നു. ഇവൻ മിടുക്കനാണ്, സുരേഷിൻ്റെ മകനാണ്, മിടുക്കനാണ്, ജോലി ചെയ്യും എന്നൊക്കെ പറഞ്ഞ സമയത്ത് എൻ്റെ മനസ്സിലേക്ക് ഓടി വന്ന സുരേഷ് തന്നെയായിരുന്നു. എൻ്റെ കുട്ടിക്കാലത്ത് ഇതുപോലെ ജൂണിൽ മഴ പെയ്യുന്ന സമയത്ത് ഞങ്ങൾ കുറച്ച് കൂട്ടുകാരുണ്ടായിരുന്നു. വീട്ടിൻ്റെ അന്തരീക്ഷത്തിൽ നിന്നും ആദ്യമായിട്ട് 1-ാം ക്ലാസ്സിലേക്ക് ചേർത്ത സമയത്ത് ജോസഫിനും അമ്പോറ്റിയും ജോൺസും പ്രീതനും സൂസനും ഒപ്പം തന്നെ എൻ്റെ കളിക്കൂട്ടുകാരനായിരുന്നു. എൻ്റെ അയൽവാസിയായിരുന്നു സുരേഷ് എന്ന് പറഞ്ഞത്. മിടുക്കനായിരുന്നു സുരേഷ്. ഏറ്റവും വലിയ മോഹം ഒരു കഥാകാരനാകുക, ഒരു കലാകാരനാകുക, ഒരു കാഥികനാകുക എന്നൊക്കെയായിരുന്നു. ഈ സമയം കിട്ടുന്ന സമയത്ത് കുട്ടിക്കാലത്ത് തന്നെ സുരേഷ് പാട്ടുപാടും, കഥകളൊക്കെ അവതരിപ്പിക്കുക, അത്ര മിടുക്കനായ ഒരാളായിരുന്നു. എങ്ങനെയാണ് ആ സുരേഷിൽ നിന്നും ഇങ്ങനെ ആൾക്കാർ വേർത്തൊരു സുരേഷിലേക്ക് യാത്ര ചെയ്യുമെന്ന് ചോദിച്ചാൽ എനിക്കൊരിക്കലും സുരേഷിനെ കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം സമൂഹത്തിൽ ഇതുപോലെ ഒരുപാട് സുരേഷന്മാരുണ്ട്. അവരെയൊക്കെ ഇങ്ങനെ ആക്കി മാറ്റുന്നത് വീട്ടുകാരും നാട്ടുകാരും സമൂഹമൊക്കെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ കുട്ടികളും ജനിക്കുന്ന ഒരു ഒഴിഞ്ഞ പുസ്തകം പോലെയാണ്. അമ്മയുടെ വയറ്റിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വന്നാൽ അതിന് കരയാനും ചിണുങ്ങാനും അല്ലെങ്കിൽ ഒന്ന് പുഞ്ചിരിക്കാനും ഒക്കെ മാത്രമേ അറിയൂ. ആ പുസ്തകത്തിൽ അവൻ്റെ ജീവിതമാകുന്ന അവൻ്റെ പുസ്തകത്തിൽ, ആ കുഞ്ഞിൻ്റെ പുസ്തകത്തിൽ ഒന്നും എഴുതി ചേർത്തിട്ടില്ല. പക്ഷേ അവൻ കണ്ടതും കേട്ടതും ഒക്കെ എഴുതി ചേർത്താണ് അവൻ പിന്നീട് നല്ലവനും ചീത്തയും ഒക്കെ ആകുന്നത്. ഒരുപക്ഷേ എല്ലാവരും പറയും സുരേഷിനെ വളർത്തിയതിൻ്റെ എവിടെയോ വന്ന മിസ്റ്റേക്കാണ്, അല്ലെങ്കിൽ സമൂഹം സുരേഷിനെ ആ രീതിയിലേക്ക് ആക്കിയതാണെന്നൊക്കെ പറയുമ്പോഴും ഈ റോഡിലൂടെ ചീത്ത വിളിച്ച് ബഹളം വെച്ച് നടക്കുന്ന സുരേഷ് ജീവിതത്തിൽ പരാജയപ്പെട്ടതിൻ്റെ കാരണങ്ങൾ മുഴുവൻ സൊസൈറ്റിയാണെന്ന് വിളിച്ചു കൂവിയതാവാം. അവൻ്റെ വേദനകൾ ആരോടും പറയാനില്ലാതെ ഈ സമൂഹത്തിനോട് തന്നെ പറഞ്ഞതാവാം. ഈ വായു അത് ഏറ്റെടുത്തതാവാം. അങ്ങനെ എല്ലാം ഇല്ലാതാക്കി സ്വയം ഇല്ലാതായി പോയേക്കാം. ഇത് ജീവിതത്തിൻ്റെ വലിയൊരു പാഠമാണ്. ഇന്ന് ഇത് പറയാനുള്ളൊരു കാരണം, ഇന്ന് സ്കൂൾ തുറക്കുന്നൊരു ദിവസമാണല്ലോ. എൻ്റെയും സുരേഷിൻ്റെയും ഒരു സുഹൃത്ത് അമ്പോറ്റിയും ഒപ്പം ഞങ്ങളൊരു പ്രവേശനോത്സവത്തിന് പോയ യാത്രയിലാണ് വീണ്ടും ഞങ്ങൾ ഈ കാര്യമായി ഇറക്കിയത്. ഇത് ഓരോ കുട്ടികളും ഓരോ മാതാപിതാക്കളും മനസ്സിലാക്കേണ്ടതാണ്. നമ്മുടെ ജീവിതം ഒരു പളുങ്കുപാത്രം പോലെയാണ്. അതെങ്ങനെ കൊണ്ടു നടക്കുന്നു എന്നതിലാണ് അതിൻ്റെ തെളിമയും മഹിമയും അതിൻ്റെ ആയുസ്സുമൊക്കെ ഇരിക്കുന്നത്. സുരേഷിനെ പോലെ ഒരാളും ആകരുതെന്നാണ് എൻ്റെ പ്രാർത്ഥന. കാരണം ഒരു കുട്ടി നമ്മുടെ കയ്യിലേക്ക് പിറന്നു വീഴുമ്പോൾ അതിനെ
എന്താക്കി മാറ്റണം, എന്താകണമെന്ന് തീരുമാനിക്കപ്പെടുന്നത് നമ്മുടെ വളർത്തൽ തന്നെയാണ്, പേരൻറ്റിങ് തന്നെയാണ്. അല്ലെങ്കിൽ നമ്മുടെ കൈ കിട്ടിയ ഒരു സൗഭാഗ്യത്തെ, ഒരു ജന്മത്തെ നമ്മൾ നശിപ്പിച്ച് കളയുന്നുണ്ടെങ്കിൽ ആ പാപം കൂടെ ഏറ്റുവാങ്ങിക്കൊണ്ടായിരിക്കണം നമ്മൾ ഈ ഭൂമി വിട്ടുപോകേണ്ടത്. ഈ ജൂണിൻ്റെ മഴ പെയ്യുന്ന സമയത്ത് എൻ്റെ നനഞ്ഞ ഓർമ്മയിൽ സുരേഷ് ഒരു വല്ലാത്ത നോവായിട്ട് എൻ്റെ മനസ്സിലിങ്ങനെ പെയ്തിറങ്ങുന്നുണ്ട്. ഏതായാലും സുരേഷിനെ പോലെ ഇനി ആരും ഉണ്ടാകാതിരിക്കട്ടെ. ആ കാഥികനും ആ കലാകാരനും ഒക്കെ പടർന്ന് പന്തലിച്ച് സമൂഹത്തിന് നന്മ ചെയ്യേണ്ട ആ ഒരു ജന്മം സമൂഹവും നാട്ടുകാരും വീട്ടുകാരും ഒക്കെ ചേർത്ത് വെറുതെ ഒരു പാഴ്ജന്മമാക്കി ഏതോ വണ്ടിയുടെ അടിയിൽ ഇല്ലാതാക്കി കളഞ്ഞപ്പോൾ സത്യത്തിൽ അതിന് ഉത്തരവാദികൾ നമ്മൾ ഓരോരുത്തരുമാണ്. എല്ലാവർക്കും നല്ലത് വരട്ടെ.